അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൻമരം വേരെറുത്ത് മാറ്റും മുൻപ് വലിയ ശിഖിരങ്ങൾ വെട്ടിച്ചയക്കണം. മുഹമ്മദ് എന്ന വേരിൽ നിന്ന് വാനം മുട്ടെ നിവർന്ന് വളർന്നു നിൽക്കുന്ന സമസ്ത എന്ന കാതലുള്ള തടിയിൽ നിന്നും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കാമ്പുള്ള കൊമ്പാണ് ഇന്ന് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇന്നലകളിൽ കണ്ണിയത്തൂരും ഷംസുൽ ഉലമയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും അടങ്ങുന്നവരായിരുന്നു. നാളെ അത് ഇമാം മഹദിയാകും. കേരളത്തിൽ നിലനിൽക്കുന്ന ഋജുവായ ദീൻ പൊളിച്ച് സങ്കര ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ടാർഗറ്റ് ഇത്തിരി ടാസ്കുള്ളതാണെങ്കിലും സയ്യിദുൽ ഉലമയെ വെട്ടിച്ചായ്ക്കുക എന്നത് തന്നെയാണ്. നാനാഭാഗത്തു നിന്നും കയറുകെട്ടി വരിഞ്ഞു മുറുക്കുന്നത് കടയ്ക്കൽ കട്ടിവെക്കാനാണ്. സുന്നികളെ കാഫിറാക്കിയ ചുഴലിയും സമസ്തേതര സുന്നികളെ നരകത്തിൻ്റെ അവകാശികൾ എന്ന് വിശേഷിപ്പിച്ചവരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് പ്രചരിപ്പിച്ച് ചിലർ നടത്തുന്ന സമീകരണം ആരെ വെളുപ്പിച്ചെടുക്കാനാണെന്ന് മനസ്സിലാക്കാൻ ആറാം ഇന്ദ്രിയത്തിൻ്റെ ആവശ്യമില്ല. ചുഴലിയെയും സംഘത്തെയും താങ്ങണം, അതിന് സമസ്തക്കിട്ട് താങ്ങണം. തവസ്സുലും ഇസ്തിഗാസയും ഉറുക്കും മന്ത്രവും നടത്തി ജനങ്ങളുടെ ആശാകേന്ദ്രമായി മാറിയ തറവാട്ടുമുറ്റത്തെ ആബാലവൃദ്ധം കൂടെ കൂടിയപ്പോഴാണ് പൊതു പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടേഷൻ ബലപ്പെട്ടത്. പൂക്കോയ തങ്ങളും ബാഫഖി തങ്ങളും ഊതിയും ഓതിയും അടിത്തറ ദൃഢപ്പെടുത്തിയ സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തി സ്രോതസ്സിൽ നിന്നൂർജം സംഭരിച്ച് വളർന്ന പ്രസ്ഥാനത്തിൻ്റെ സംശുദ്ധമായ നിലപാട് തറയിലിരുന്നു കൊണ്ടായിരുന്നു സൂഫി വര്യനായ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ദുആ കൊണ്ട് ആശീർവദിച്ചത്. അത്തിപ്പറ്റ ഉസ്താദടക്കം പരിശുദ്ധം വരുന്ന മഹാത്മാക്കൾ അനുഗ്രഹിച്ചത്. ആ തറ മലീമസമാക്കാനും മാന്തി പൊളിക്കാനും ആരെയും അനുവദിച്ചുകൂടാ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ചാരനായി ഹംഫറിലൂടെ ബ്രിട്ടീഷുകാർ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് സമുദായത്തിൽ ശക്തി ക്ഷയം ശിഥിലീകരണവും സംഭവിച്ചത്. നജിദിയൻ അർബുദം ആഗോള വ്യാപനം നടത്തിയപ്പോഴും കേരളത്തിൽ സമസ്ത പ്രതിരോധം തീർത്തപ്പോഴാണ് സലഫി ചിന്താധാരകൾക്ക് വിലങ്ങു വീണത്. ഇക്കാരണത്താൽ സമസ്തയോടും നേതാക്കളോടും ബിദ്അകൾക്ക് ശത്രുതയുണ്ടാവുക സ്വാഭാവികം. ചരിത്രം പുനരാവർത്തിക്കപ്പെടുകയാണ്. സമസ്തയെ തകർക്കാതെ സത്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് ആധുനിക ഹംഫറമാറിലൂടെയുള്ള ബിദ്അത്തിന്റെ ഹൈജാക്കിംഗ് നടക്കുന്നത്. സാമുദായിക കൂട്ടായ്മകളുടെ കടിഞ്ഞാൺ ജനറൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേൽപ്പിക്കപ്പെടുന്നത് ദുരൂഹമാണ്. എങ്കിലേ ജനറൽ ഇസ്ലാമിനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കൂ. അങ്ങനെ മാത്രമേ ഇസ്ലാമിനെ തകർത്തെറിയാൻ സാധിക്കൂ. ചതി നടക്കുന്നുണ്ട്, ജാഗ്രത വേണമെന്ന ഇളം തലമുറയുടെ നിർദ്ദേശം ഇതിനോട് ചേർത്ത് വായിക്കണം. കേരളീയ മുസ്ലിം ബഹുജന സമിതിയുടെ നടുമുറ്റത്ത് നിന്നു തന്നെ പൊളിച്ചെഴുത്തിന് ഹരിശ്രീ കുറിച്ചാൽ സംഗതി എളുപ്പമാകുമെന്ന നജിദിയൻ ചിന്തക്ക് ഊടും പാവും നെയ്യാനാണ് ചില സുന്നി പണ്ഡിതന്മാർ പോലും പണിയെടുക്കുന്നത്. സുന്നി ആദർശത്തെ കൊഞ്ഞനം കുത്തുമ്പോൾ മൗനം പാലിക്കുകയും രാഷ്ട്രീയം പ്രതിരോധത്തിലാകുമ്പോൾ അടുക്കളയിലെ ഫാസിസം കൊണ്ട് ബിരിയാണി വെച്ച് വിളമ്പുകയും ചെയ്യുന്ന അടവ് നയങ്ങളൊന്നും പഴയതുപോലെ വിലപ്പോകില്ല. മമ്പുറം തങ്ങളുപ്പാപ്പയുടെ പേരക്കുട്ടിക്ക് തർബിയത്ത് ലഭിക്കുന്നത് വരക്കലിൽ നിന്നാണെങ്കിൽ നോഹയുടെ ഈ പേടകം തീരമണയും. അതെത്ര പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും ശരി. ഹേ സത്യവിശ്വാസികളെ, സമത്വത്തിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും വ്യതിചലിക്കുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരുന്നതാണ്. അവൻ അവരെയും അവർ അവനെയും സ്നേഹിക്കും. അവർ വിശ്വാസികളോട് വിനയവും നിഷേധികളോട് പ്രതാപവും കാണിക്കുന്നതും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുണ്യസമരം ചെയ്യുന്നതുമാണ്. ആക്ഷേപകരുടെ വിമർശനങ്ങൾ അവർ ഭയക്കുകയില്ല. അവരുടെ ഈ വിശിഷ്ട നിലപാട് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. വിശാലനും സൂക്ഷ്മജ്ഞനുമാണ് അള്ളാഹു. എഴുത്ത് മുജീബ് റഹ്മാൻ നീലഗിരി. ശബ്ദം അബു യാസീൻ കൈപ്പമംഗലം.